വിശുദ്ധ യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ തിരുവചനം: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ ഈ ലേഖനത്തിൽ പറയുന്നത്, ഇത് അറിയിക്കുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ, മനഃശാന്തി ലഭിക്കുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുവാൻ എന്നുള്ളതാണ്. അപ്രാപ്യനായ ദൈവത്തെ നമ്മുടെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ തൻ്റെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അല്ലെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചു, അതിന് സാധിച്ചു യേശുവിലൂടെ എന്ന് യോഹന്നാൻ നമ്മെ അറിയിക്കുകയാണ്. ഇത് വെറും കെട്ടുകഥയല്ല എന്ന് പത്രോസ്ലീഹ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം യേശുവിനെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഈ വചനം അനേകരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ എല്ലാം കടമയാണ്. അതാണ് യേശു നമ്മോട് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത്. വചനോത്സവം മാസിക സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത മാസികയാണ്. വചനവ്യാഖ്യാനത്തിലൂടെയും വചനസാക്ഷ്യത്തിലൂടെയും എങ്ങനെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് വചനോത്സവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ കാലങ്ങളിൽ ലോകം മുഴുവനും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തെ പലരും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയാണ് ദർശിക്കുക, അതല്ലെങ്കിൽ നവമാധ്യമത്തിലൂടെയാണ് ദർശിക്കുക. വചനോത്സവം നവമാധ്യമത്തിലൂടെ ലോകം ദർശിക്കുന്നവർക്ക് വേണ്ടി വചനോത്സവം ഓൺലൈൻ ആരംഭിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുവാൻ, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വളരെ സഹായകമാണ് എന്നാണ് വിശ്വസിക്കുക. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഫാദർ മാർട്ടിനെയും പ്രിൻസിനെയും പ്രത്യേക വിധത്തിൽ അഭിനന്ദിക്കുകയും അവരുടെ പ്രയത്നങ്ങൾ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ദൈവവചനം ഗ്രഹിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ദൈവം പ്രത്യേകമായി അനുഗ്രഹം നൽകുകയും അവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുകയും ചെയ്യട്ടെ. അത് അവർക്ക് മാർഗദർശിയായിരിക്കട്ടെ. ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുന്നതിനുള്ള അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ. വചനോത്സവം വഴി എല്ലാവർക്കും ജീവിതത്തിൽ പരിവർത്തനം വരട്ടെ. ദൈവം നമ്മയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.